തുഞ്ചത്തെഴുത്തച്ഛൻ ജീവിച്ചിരുന്നിട്ടേയില്ല. ഭാഷാ സൃഷ്ടാക്കള് മിഷനറിമാരാണ് എന്നാണ് പറയുന്നത്. വിനോയ് തോമസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. ശരിയാണോ സർ? അങ്ങനെ ഒരു നറേറ്റീവ് കൂടി ഉണ്ടോ? തുഞ്ചത്തെഴുത്തച്ഛൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു പിന്നെ ചർച്ചാ വിഷയമായിട്ടിങ്ങനെ വർഷങ്ങളായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മളുടെ എഴുത്തുകാരും ഗവേഷകരും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുകയും മാത്രമല്ല രാമായണം എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതെ അല്ലേ? ആ രാമായണത്തിൻ്റെ ഒരു രീതിയുമുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ എഴുത്തിൻ്റെ ആ ഒരു ശൈലിയുണ്ട്. അതിനകത്ത് അധ്യാത്മരാമായണം എന്ന് പറയുന്നത് ഭക്തി പ്രാധാന്യമുള്ള കൃതിയുമാണ് സാർ. അപ്പോൾ ആ എഴുതിയ വ്യക്തിയുടെ പിന്നെ ഭക്തിയുടെ ആത്മാംശമുള്ളത് തന്നെയാണ് നമ്മുടെ അധ്യാത്മരാമായണം. അതിനകത്തൊന്നും സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിനോയ് തോമസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. കാര്യം ഇപ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണം എഴുത്തച്ഛൻ എന്നുള്ള ജീവിച്ചിരുന്നില്ല. ക്രിസ്ത്യൻ മിഷണറിമാരാണ് മലയാള ഭാഷയുടെ എന്താ പറയുക സൃഷ്ടാക്കൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജനം ശ്രദ്ധിക്കുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നതൊക്കെ അതിൻ്റെ പേരിലാണ്. കാര്യം ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു വശത്ത് ഒരു ചെറിയൊരു മതമോ ജാതിയോ കൊണ്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മാധ്യമ ശ്രദ്ധയിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ എഴുത്തച്ഛൻ അല്ല മലയാള ഭാഷയുടെ സൃഷ്ടാക്കൾ, മറിച്ച് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. വളരെ വ്യക്തമാണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻ. ഇപ്പം നമ്മുടെ മലയാളം നിഘണ്ടു ഗുണ്ടർട്ടിൻ്റെയാണ്. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള കോൺട്രിബ്യൂഷൻ അല്ലെ സംഭാവനയൊന്നും ഒട്ടും നമുക്ക് കുറച്ച് കാണാൻ പറ്റത്തില്ല. പക്ഷേ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാഷ, അവരുപയോഗിച്ച ഭാഷയുടെ സ്വഭാവം എപ്പോൾ നമ്മുടെ ബൈബിൾ എടുത്ത് നോക്കിയാൽ മതി. ഏറ്റവും ലളിതമായിട്ടുള്ള മനോഹരമായ ഭാഷയാണ് കേട്ടോ ബൈബിളിൻ്റെ മലയാളം എന്ന് പറയുന്നത്. അത് ഒരു മിഷണറി അതിനോട് ചേർന്ന് നിൽക്കുന്ന അതേ രീതിയിലുള്ളൊരു ഭാഷയാണ് മിഷണറിമാരുടെ ഭാഷയായിട്ട് മലയാളത്തിൽ. അതുകൊണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വിഭാഗം ആ ഒരു ശൈലി തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ആ മിഷണറിമാരുടെ ഭാഷയിൽ നിന്നും തികച്ചും വ്യത്യസ്തവും തികച്ചും ഭാരതീയവുമായ ഒരു പശ്ചാത്തലത്തിലാണ് അതിൻ്റെ വേരുകളിങ്ങനെ നമുക്ക് കാണാം എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭാഷയാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ്റെ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള രാമായണം അല്ലേ, എഴുത്തച്ഛൻ്റെ കൃതികൾ നമ്മുടെ മുമ്പിൽ, കിളിപ്പാട്ടുകൾ പലതും, രാമായണം മാത്രമല്ല എല്ലാ കിളിപ്പാട്ടുകളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള ഭാഷയുടെ ഭാഷാ പിതാവ് എന്ന സ്ഥാനമാണ് എഴുത്തച്ഛനെ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. മാത്രമല്ല നമ്മളുടെ ഇപ്പോൾ കേരളം എടുത്ത് നോക്കുക. കേരളത്തിൽ ഈ രാമായണം വായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എഴുത്തും വായന അറിയാത്തവർക്ക് പോലും ഈ രാമായണത്തിലെ വരികൾ അറിയാമായിരുന്നു. പണ്ട് മിക്കവാറും എല്ലാ ഈ ഹൈന്ദവ ഭവനങ്ങളിലും ഈ രാമായണം വായിക്കുമായിരുന്നു. അത് ഈ പിന്നോക്ക ജാതിക്കാരൻ അല്ലെങ്കിൽ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കൊല്ലം സ്വദേശിയാണ്. അപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ള അവിടെ പ്രസിദ്ധനായിട്ടുള്ള ഈ പുലയ സമുദായത്തിൽപ്പെട്ട വ്യക്തി അതിഗംഭീരനായ രാമായണം വായനക്കാരൻ, ഏറ്റവും ഡിമാൻഡുള്ള ഒരു വായനക്കാരൻ. ഈ രാമായണം ഈ വീടുകളിലൊക്കെ ഈ രാമായണം വായിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, മൈക്കൊക്കെ കെട്ടി വെച്ചിട്ട് അങ്ങനെ വായിക്കാൻ പോകുന്ന വ്യക്തിയായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചു വന്നതാണ്. അപ്പോൾ അവിടെ ഈ എഴുത്തച്ഛൻ്റെ ഈ രാമായണം കേരളത്തിൽ നിർവഹിച്ചിട്ടുള്ളൊരു സാംസ്കാരികമായ ഉദാഹരണം. നമ്മുടെ ഭാഷയിലൂടെ സംസ്കാരം കൂടെയാണല്ലോ വരുന്നത്. ഉദാഹരണത്തിന് കേരളത്തിൽ രാമഭക്തർ കുറവാണ്. ശ്രദ്ധിച്ച് നോക്കി അറിയാതെ. ഇപ്പോൾ ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങോട്ട് കേരളത്തിൽ കേട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിലും വടക്കേ ഇന്ത്യയിലെ രാമൻ എന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പമാണ്. ഇവിടെ കേരളത്തിൽ എല്ലാ വീടുകളിലും പണ്ട് സ്ഥിരമായിട്ട് രാമായണ പാരായണം ഉണ്ടായിരുന്നു ഈ ഹൈന്ദവ ഭവനങ്ങളിൽ. എന്നിട്ട് ഇപ്പോഴും ഈ കർക്കിടക മാസത്തിൽ രാമായണ മാസമായിട്ട് ആചരിക്കുന്നു. രാമായണവും രാമനും കേരളത്തിൻ്റെ സാഹിത്യത്തിൻ്റെയും സംഭാഷണ ശൈലിയുടെയും ജീവിതത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഇവിടുത്തെ സാംസ്കാരികമായ ഉണർവിലേക്ക് നയിച്ചതും ഈ രാമായണമാണ്. നമുക്കിവിടെ വലിയൊരു രാമഭക്തരില്ല. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി അറിയാതെ രാമക്ഷേത്രങ്ങളും താരതമ്യേന കുറവാണ് ഇവിടെ. ഇപ്പോൾ തിരുവല്ലാമല
ഒരു രാമക്ഷേത്രമുണ്ട്. വളരെ അപൂർവം രാമക്ഷേത്രങ്ങളേ ഉള്ളൂ. പക്ഷെ രാമായണം വളരെ സജീവമാണ്. അതാണ് നമ്മുടെ സംസ്കാരത്തെ അതിഗംഭീരമായ രീതിയിലേക്ക് ഉയർത്തിയതും അതോടൊപ്പം തന്നെ ഇപ്പോഴും നിലനിർത്തുന്നത് പോലും അതാണ്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ എഴുത്തച്ഛനെ നമ്മളിപ്പം തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പേരിൽ നമുക്ക് തുഞ്ചത്ത് ഇപ്പം മലയാളം സർവകലാശാല പോലും സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ബഹുമാനമായിട്ടാണ്. പിന്നെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ നമുക്കവിടെ തിരൂര് നമ്മുടെ ആ സങ്കേതമുണ്ട്. ഇതൊക്കെ ഉള്ള സ്ഥിതിക്ക് പെട്ടെന്ന് ഒരു എഴുത്തുകാരൻ വന്ന് പറയുകയാണ് തുഞ്ചത്ത് എഴുത്തച്ഛനല്ല ഭാഷയുടെ സൃഷ്ടാക്കൾ, മിഷണറിമാരാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു മതത്തിൻ്റെ ഒരു കണക്ഷൻ അവിടെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഒരു നിഷേധം വരികയാണ് ചെയ്യുന്നത്. കേരളത്തിൽ എല്ലാത്തിനും ഈ പറഞ്ഞതുപോലെ ബുദ്ധിജീവികൾ ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയാണ്. എല്ലാത്തിനെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും. പക്ഷേ ഈ നിഷേധിക്കുന്നത് മുഴുവൻ ഹൈന്ദവ സമുദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളെ, ആചാരങ്ങളെ ഒക്കെയാണ്, അവരുടെ ദൈവസങ്കല്പങ്ങളെയാണ്. ഇപ്പോൾ ഈ ഭാഷാപിതാവ് എന്ന് പറയുന്ന സ്ഥാനം കൽപ്പിച്ചു നൽകിയിട്ടുള്ള തുഞ്ചത്ത് എഴുത്തച്ഛനെ ഇത്തരത്തിൽ പറയുമ്പോൾ അത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് ഹൈന്ദവന്റെ മാത്രമല്ല, മൊത്തത്തിൽ കേരളത്തിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അപമാനിക്കുന്നതിനേക്കാൾ ഉപരി അതിനകത്തൊരു അനൗചിത്യം കൂടെ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ പ്രകടമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം മിഷണറിമാരുടെ ഭാഷ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും നമ്മളുടെ ക്രൈസ്തവ സഭകളിൽ ഉപയോഗിക്കുന്ന, ക്രൈസ്തവ പിതാക്കന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ എടുത്ത് നോക്കുക. ആ ഭാഷയ്ക്ക് വളരെ വ്യക്തമായിട്ടൊരു പ്രത്യേകത കാണാൻ പറ്റും. അത് ബൈബിൾ ഭാഷയുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിഷണറിമാരുടെ ഒരു ഭാഷയും തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ ഭാഷയും വളരെ വ്യത്യസ്തമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ ഗവേഷണത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് വന്നില്ലേ, അതിനുവേണ്ടി ചെയ്ത സാധനമാണ് അദ്ദേഹം. അതൊരു ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതായിട്ട് അല്ല, പറയാം. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ എടുത്തു നോക്കുക, അതെല്ലാം നടക്കുന്നത് ഇപ്പോൾ വിഷു സംബന്ധിയായിട്ടുള്ള വിഷുക്കണി വെച്ച് കാണിച്ചിട്ടുള്ള മന്തി വിവാദമായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് എല്ലാം ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുകയാണ്. പക്ഷെ ഇതെല്ലാം ചേർത്ത് നോക്കിയത് ഒറ്റപ്പെട്ടതല്ലല്ലോ. ഇപ്പോൾ വിനോയ് തോമസിന് അവരുടെ അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കുമോ? അതിനുള്ള പ്രതികരണം ഇത്ര മൈൽഡായിട്ടായിരിക്കുമോ വരിക? അതല്ല, അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എഴുത്തച്ഛൻ്റെ രാമായണം കേരളത്തിൽ വിതച്ചിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ മണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് നമുക്ക് ഈ ഒരു ഹിന്ദുമതത്തിൻ്റെ ഒരു ശക്തിയായിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുമതത്തിൽ ആർക്കും എന്തിനേയും വിമർശിക്കാം. ഈ വിമർശിക്കുന്നത് ഒന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, അല്ലെങ്കിൽ സുഡാപ്പികളായിരിക്കും. ഈ രണ്ട് കൂട്ടത്തിൽപ്പെട്ടവരാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നമുക്കിത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എങ്ങനെ ഒറ്റപ്പെട്ടതാണെങ്കിൽ ഒറ്റപ്പെട്ടതായിക്കോട്ടെ, വളരെ സംഘടിതമായിക്കോട്ടെ, പക്ഷേ ഇതൊന്നും ഇതിനെ ബാധിക്കത്തില്ല. കാര്യം അത്രയ്ക്ക് അവിടെയാണ് ഇതിൻ്റെ സാംസ്കാരികമായ വേര് കിടക്കുന്നത്. അവിടെയാണ് എഴുത്തച്ഛൻ്റെ രാമായണവും അല്ല ഈ കിളിപ്പാട്ടുകളും ഒക്കെ വരുന്നത്, അവിടെയാണ് വരുന്നത്. ഇതൊന്നും ഇതിനെ ബാധിക്കത്തില്ല. ഈ അത്രയ്ക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരമാണ് 1700 ശേഷം ചാൾസ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു സായിപ്പാണ് ആദ്യം ഈ ഹിന്ദുമതം എന്നുള്ള പേര് ഉപയോഗിക്കുന്നത്. ചാൾസ് ഗ്രാൻഡ്, അതെ. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന പറയും ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരമാണ്. ആ സംസ്കാരമാണ് ഇപ്പോൾ ഈ ഹിന്ദുമതം എന്നറിയപ്പെടുന്ന സാധനം. ഇതിനെ ഈ ഇതുപോലുള്ള ചെറിയ എന്താ പറയുക, ഈ ഒരു തുവൽ സ്പർശ സംഗതികളൊന്നും ഇതിനെ ഏക്കില്ല സംഗതി. കാര്യം അതിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അത്ര ആഴത്തിൽ കിടക്കുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് എല്ലാവരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മുഹമ്മദ് നബിയെ കുറിച്ചിട്ടുള്ളൊരു സംഗതി ഒരാൾ ഇതുപോലൊരു ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു രീതിയിലൊരു ചെറിയൊരു സംഗതി വരച്ചേക്കാൻ ആരും തയ്യാറാവില്ല. കാര്യം അത് ദുർബലരാണ് പെട്ടെന്ന് ആക്രമണോത്സവത്തിലേക്ക് വരുന്നത്. മനസ്സിലായല്ലേ? ഇപ്പം ഹിന്ദു എന്ന് പറയുന്ന ഉദാഹരണത്തിന് വേറൊന്നും വേണ്ട, നമ്മുടെ ഈ സംസ്കാരം എന്ന് ഈ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് ഈ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്, വൃത്തികേടിനെയും ഉൾക്കൊള്ളുന്നതാണ്. മനസ്സിലല്ലേ? വൃത്തിയും വൃത്തികേടും, വൃത്തി ഉണ്ടെങ്കിലേ വൃത്തികേടുള്ളൂ. കാരണം ഇതിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ്. ഇപ്പോൾ ഓക്സിജൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വേറെ ഘടകങ്ങളില്ലാതെ പറ്റത്തില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അല്ലേ? തണുപ്പുണ്ടെങ്കിൽ ചൂടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിരുദ്ധങ്ങളായിട്ടുള്ള സംഗതികളെ
അത് ഈ CPM-കാരുടെ അവർക്ക് മനസ്സിലാകാതെ ഇപ്പോൾ ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നില്ലേ, പാവങ്ങൾക്ക് അറിയാൻ വയ്യ ചെയ്ത് പോയ സാധനമാണ് വൈരുദ്ധ്യാത്മികത അല്ല ഇത്. അത് അവർക്ക് ഈ ഇപ്പം ചൂടും തണുപ്പും രണ്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. ഇത് ആണും പെണ്ണും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു അല്ലേ, രാത്രിയും പകലും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. ഇതിനെ കണ്ടപ്പം വിരുദ്ധങ്ങളാണെന്ന് കരുതിപ്പോയി ഈ പാവങ്ങൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ആത്മനിഷ്ഠാപരവും വ്യക്തിനിഷ്ഠാപരവും വസ്തുനിഷ്ഠാപരവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ കിടന്ന് കാട് കയറുന്നല്ലാതെ അതാണ് ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണ് സാധനം അത്. അപ്പോൾ ഇത് വളരെ ഇതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഭരണിപ്പാട്ടിനെക്കാട്ടി ഇപ്പോൾ നമ്മുടെ മലയാളികളുടെ ഈ കാപട്യം നോക്കുമ്പോഴാണ് മനസ്സിലാകാത്തത്. നമുക്കിപ്പോൾ ഈ വിനോയ് തോമസിൻ്റെ നോവലാണ് ചുരുളി എന്ന് പറയുന്നത്. ലിജോ ജോസഫ് പല്ലിശ്ശേരി ആ സിനിമയാക്കി എടുത്തു. തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിൽ ഈ സിനിമയിലൊക്കെ ഇത്രയും തെറിയായി കേൾക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ മനുഷ്യനിലുള്ള ഈ വികാരത്തെ അഡ്രസ്സ് ചെയ്യുന്ന സാധനമാണ് കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട്. അതിനെക്കാട്ടി വലിയ പാട്ടൊന്നും ഈ ഒരു ചുരുളിക്കാരന് എഴുതാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിശാലമായ ഒരു ക്യാൻവാസിലുള്ള ഇതൊന്നും ഏൽക്കില്ല. ഇപ്പം ബിനോയ് തോമസിൻ്റെ ആണെങ്കിൽ ഇപ്പം ഉണ്ണികൃഷ്ണൻ മന്തി അടിക്കുന്നതിൻ്റെ ആണെങ്കിൽ ഇതൊന്നും ഈ ഹിന്ദുമതം എന്ന് പറയുന്ന സംഗതിയുടെ അടുത്തൂടെ പോലും ഇത് പോകില്ല സാധനം. കാര്യം അത്രയും ആഴത്തിലുള്ളൊരു സംസ്കാരമാണ് സാധനം കിടക്കുന്നത്. പക്ഷെ പിന്നെ ഇതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുസൃതികൾ ഒപ്പിക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴയിലെ ഈ മറ്റേ വിഷുവിൻ്റെ അന്ന് ഉണ്ണികൃഷ്ണൻ മന്തി അടിക്കുന്ന സംഗതി, അതിൻ്റെ പിന്നിലൊക്കെ ചില ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, ഗൂഢലക്ഷ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും. ഇതിനകത്തിപ്പം വേറെ ഗൂഢലക്ഷ്യമൊന്നുമില്ല. ഇതിപ്പം എഴുത്തച്ഛനല്ല ഭാഷയുടെ സൃഷ്ടാക്കൾ മിഷണറിമാരാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിഭാഗം ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പെട്ടെന്നൊരു ചർച്ചയാക്കി അങ്ങ് മാറ്റും. നമ്മളിവിടെ കേരളത്തിലൊരു ഹാൻഡ്ഫുൾ, അതായത് ഒരു വിരലിലെണ്ണാവുന്ന കുറച്ച് ബുദ്ധിജീവികളുണ്ട്. അവർക്ക് മാധ്യമ ശ്രദ്ധ കിട്ടും, അവരുടെ ഇടയിലേക്ക് വരും. അവരാണ് ഈ കേരളത്തെ ഇത്രയധികം മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഇത് ഒരു വേണേൽ ചർച്ചയാക്കി മാറ്റാം അല്ലേ? അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞാൽ മിഷണറി ലാംഗ്വേജ്, മിഷണറി ഭാഷയുടെ ടോൺ, എഴുത്തച്ഛൻ്റെ ഭാഷയുടെ ടോൺ വളരെ വളരെ സിമ്പിൾ. 1 മിനിറ്റ് പോലും എൻ്റെ ആവശ്യമില്ല ഇതിനെ വേർതിരിവ് പറയാനായിട്ട്. അതുപോലെ ഇതിപ്പോൾ ആ ഒരു കാരണം ഏതിനും കേരളത്തിലൊരു മതത്തിൻ്റെ ഒരു സാധനം കൂടെ കൊടുത്ത് ഒരു നിഷേധം കൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കേരളത്തിൽ ആളാകാൻ പറ്റിയൊരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ വഴി അങ്ങ് എന്താ പറയുക, അതിനെ വഴിയെ വിടുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. ഇത് ശ്രദ്ധ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു സമീപനം എന്ന് പറയുന്നത്. കാര്യം ഇങ്ങനെയുള്ള ഇത്തരം വ്യക്തികൾക്ക് ശ്രദ്ധ കിട്ടുമ്പോഴാണ് ഇവരുടെ വാക്കുകൾ വീണ്ടും ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അവരെപ്പോഴും നിഷേധത്തിൻ്റെ വഴിയിലായിരിക്കില്ല പോകുന്നത്. ഈ നിഷേധത്തിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വ്യക്തികൾ അവരെപ്പോഴും നിഷേധം പറയാതെ ഈ ഒരു നിഷേധത്തിലൂടെ പെട്ടെന്ന് നിന്നിട്ട് ജനത്തിനിടെ പിന്നെ ചർച്ചയായി, ഒരു ഡിസ്കഷനായി, 2 പാനൽ ഡിസ്കഷനായി, അത് കഴിഞ്ഞിട്ട് സാഹിത്യ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകനായി, പ്രബന്ധ അവതാരകനായി, വിഷയ അവതാരകനായി, പിന്നീട് പിന്നെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണത്തിലെ വലിയ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള ലേഖകനായി, ഇങ്ങനെ ഇവർ സ്ഥാനം എടുത്തിട്ട് ഇവർ പറയുന്ന, എന്നിട്ട് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഇതേപോലുള്ള നിഷേധാത്മകതയായിട്ടുള്ള സംഗതിയായിട്ട് വരും, ജനശ്രദ്ധ പിടിച്ചു പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഈ സാംസ്കാരികവും നമ്മളുടെ ഈ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയൊക്കെ തിരിച്ചുകൊണ്ട് പോകും. അത്തരത്തിലുള്ള ഒരു പ്രക്രിയയുടെ ഒരു വിളനിലമായി കേരളം മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം എന്ന് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ എഴുത്തച്ഛൻ്റെ ഭാഷ, എഴുത്തച്ഛൻ ഇനിയിപ്പോൾ ആണോ അല്ലയോ എന്ന് ആർക്കാ തീർത്ത് പറയാൻ പറ്റുക? രാമായണം എഴുതിയത് എഴുത്തച്ഛനല്ല എന്ന് ബിനോയ് തോമസിന് പറയാൻ പറ്റുമോ? പറ്റില്ല. അദ്ദേഹം ചില നിരീക്ഷണങ്ങളൊക്കെ വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ചില തോന്നലുകളൊക്കെ വെച്ചിട്ടായിരിക്കും എഴുതിയിരിക്കുന്ന സംഗതി. പക്ഷേ ഈ ഒരു സംഗതി എന്താണ്, എഴുത്തച്ഛനല്ല ക്രിസ്ത്യൻ മിഷണറിമാരാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ വേറൊരു നറേറ്റീവ് പിന്നീട് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വരുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വഴിയെ വിട്ടേക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ നടപടി എന്ന് പറയുന്നത്.